ഇതേ ഈ ചൈന സാങ്കേതിക വിദ്യ രംഗത്ത് സാങ്കേതികതയിൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ശ്രദ്ധ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ റോബോട്ടുകൾ തുടങ്ങി ഏത് പുതിയ പരീക്ഷണങ്ങളും ചൈനയാണ് നടത്തുന്നത്. ഇപ്പൊ അങ്ങനെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ധീരമായ അവരെന്തോ കണ്ടുപിടിച്ചു, അതിന്റെ ഒരു അവകാശവാദവുമായിട്ട് ചൈന വന്നിട്ടുണ്ട്. ഒന്ന് പറയാമോ? ചൈന വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ധീരമെന്നൊന്നും നമ്മൾ പറയണ്ട. അവർക്കത് ധീരമായിരിക്കും, നമുക്കത് പണിയായിരിക്കും. അപ്പോ ഈ ചൈന നടത്തുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവരെ എന്തെല്ലാം രീതിയിൽ മുന്നിട്ട് നിൽക്കുക. അത് തന്നെയാണ് നമ്മളുടെ DRDO ഉൾപ്പെടെയുള്ള ഇതൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ, അപ്ഡേഷൻ, നൂതനമായ രീതിയിൽ എന്ത് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത്തവണ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രമാണല്ലോ, ഈ സാങ്കേതിക വിദ്യ വേറെ ആർക്കും കൊടുക്കില്ലല്ലോ. അപ്പൊ അത് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഭീതിതമായിട്ടോ അല്ല എന്താ അതിനെ പറയാന്ന് എനിക്ക് കിട്ടുന്നില്ല, കുറച്ചുകൂടെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യമാണ്. കാരണം ആ എൻജിൻ ഈ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈൽസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുതിപ്പ് എന്ന് പറയുന്നത് ഒരു 10 ഇരട്ടിയോളം എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. ഒരു മിസൈൽ വരുന്നത് എങ്ങനെയാണോ, എത്രത്തോളം പവറിലാണോ അതിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം അപകടകരമാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ശത്രു ചിന്തിക്കുമ്പോൾ ആ സംഭവം അവിടെ എത്തും, ചിന്തിക്കുന്നതിന് മുൻപേ അവിടെ എത്തുമെന്നുള്ളതാണ്. അവിടുന്ന് ചൈന ഇത് എടുത്തു വെക്കുന്നോ എന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോഴൊക്കെ ഈ സംഭവം ഇവിടെ എത്തിയിട്ടുണ്ടാവും, അതിന്റെ പണി നടത്തിയിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ അത്തരത്തിലുള്ള ഒരു എൻജിൻ അത് അവർ വികസിപ്പിച്ചു, അവരത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈന പ്രവർത്തിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു രാജ്യം ഒരു കാര്യം ചെയ്തു എന്ന് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് കണക്കൂട്ടേണ്ടി വരും. അത്തരത്തിലെ വിവരങ്ങൾ പുറത്തു വരാറുള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ വികസിപ്പിച്ചു എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ, RDE എന്ന് പറയുന്ന എഞ്ചിനാണ് വികസിപ്പിച്ചിട്ടുള്ളത്. ഈ സംവിധാനം ഒരു 600 സെക്കൻഡ് പ്രവർത്തിച്ചതായിട്ട്, നിർത്താതെ പ്രവർത്തിച്ചതായിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ അവകാശവാദത്തിൽ അത്തരത്തിലൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്കൊക്കെ ഏറ്റവും ശക്തി പകരുന്ന ഒരു എഞ്ചിനാണ് ഈ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ചൈനയുടെ പ്രതിരോധ ശേഷിയിൽ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടത്തെ ഈ ആധുനിക എന്താ പറയാ ആ ഒരു കുതിച്ചുചാട്ടത്തെ ഈ ആധുനിക യുദ്ധ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പരീക്ഷണത്തിന് ശേഷം ഹൈപ്പർസോണിക് മിസൈൽ മത്സരത്തിൽ അമേരിക്ക, റഷ്യ തുടങ്ങിയിട്ടുള്ള ആഗോള ശക്തികളെക്കാൾ ചൈന മുന്നിലെത്തുകയും ചെയ്യും. ഈ രണ്ട് ശക്തികളെക്കാൾ മുന്നിൽ ചൈന എത്തും. ഇപ്പൊ ഇവർ തമ്മിലുള്ള കിടമത്സരമാണ്, നമ്മളവിടെ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു കിടമത്സരമുണ്ട്. ഈ കിടമത്സരത്തിൽ ഈ ഒരു എൻജിൻ വഴി മാത്രം ഇവർ മുന്നിലെത്തും, ചൈന മുന്നിലെത്തുന്ന ഒരു കാര്യമുണ്ടാകും. ഈ ഒരു വിഷയം വരുമ്പോൾ റഷ്യക്കും അമേരിക്കയ്ക്കും അതൊരു തലവേദനയാവുകയും ചെയ്യും. കാരണം ഈ ഒരു എൻജിന്റെ കപ്പാസിറ്റി വരുന്നത് കൊണ്ടാണ് അവർ ചൈന മുന്നിലെത്തുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും റഷ്യയേക്കാൾ കൂടുതൽ അമേരിക്കയെ ചൊടിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയുടെ രീതി അങ്ങനെയാണ്. അമേരിക്കയ്ക്ക് മറ്റൊരു തരത്തിലും മറ്റൊരാളും മുന്നിട്ട് പോകുന്നത് ഇഷ്ടമല്ല എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് അവരിപ്പോഴും. അതിനെ ഒരു നല്ല കാര്യമാണെങ്കിൽ അതിനെ ഒരു പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അവർക്കുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അവരുടെ നിലപാടുകൾ വഴിയാണ് നമുക്കത് തോന്നാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ ഈ അവകാശവാദങ്ങളൊക്കെ ശരിയാണെങ്കിൽ ആഗോള വ്യാപാരത്തിൽ ചൈന ആധിപത്യം സ്ഥാപിക്കും, മാത്രമല്ല യുദ്ധസമയത്ത് വലിയ രീതിയിൽ മുൻതൂക്കം നേടുകയും ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ശത്രു ചിന്തിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകും. പ്രകോപിപ്പിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്.
ഈ എഞ്ചിൻ എന്ന് പറയുന്നത് പരമ്പരാഗത ജെറ്റ് എഞ്ചിനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ, തികച്ചും അതൊരു എന്താ പറയാ, അതൊരു ജ്വലിക്കുന്ന തരത്തിലുള്ള കാര്യത്തിലേക്കല്ല അതിന്റെ പ്രവർത്തനം. ചെറു നിയന്ത്രിതമായിട്ടുള്ള സ്ഫോടനങ്ങളിലൂടെയാണ് ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഒരു ചേംബറിനുള്ളിൽ കറങ്ങുന്ന തുടർച്ചയായിട്ടുള്ള ഡിറ്റനേഷൻ തരംഗങ്ങൾ സൃഷ്ടിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ തീവ്രമായ ഷോക്ക് തരംഗങ്ങൾ കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ത്രസ്റ്റ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ എഞ്ചിനെ ഏറ്റവും കാര്യക്ഷമമാക്കി മാറ്റുന്നത്. ഇതാണെങ്കിൽ റോക്കറ്റുകൾക്കും ഹൈപ്പർസോണിക് മിസൈലുകൾക്കും ഒക്കെ പ്രത്യേകിച്ചും അനുയോജ്യമാണ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് രംഗങ്ങളിലും ഇവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളപ്പോ പറയും അയ്യോ ചൈനയുടെ മിസൈലൊക്കെ നമ്മൾ തടുത്തിട്ടല്ലോ എന്നൊക്കെ പറയും പാകിസ്ഥാൻ. അവിടെയാണ് വിഷയം. ചൈന വികസിപ്പിച്ചതിന്റെ പ്രശ്നം കൊണ്ടല്ല, അവർ നൂതനമായത് വികസിപ്പിച്ചു, നമുക്കത് തടയാനുള്ള കപ്പാസിറ്റി ഉണ്ടായത് കൊണ്ടാണ്. അതെ, ആ കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ടായത് കൊണ്ടാണ്. രണ്ട്, ഞാൻ മുൻപ് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഇത് പ്രവർത്തിപ്പിക്കാൻ തലയിൽ കിഡ്നി ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ഈ സംഭവങ്ങളൊക്കെ ഇതിന്റെ മാനുവൽ വാങ്ങി വെക്കാനേ പറ്റുള്ളൂ. ഇവിടുന്ന് അവിടെ പോയി ഓപ്പറേറ്റ് ചെയ്യണം. അമേരിക്കൻ ആള് വന്നാണ് അമേരിക്കയുടെ യുദ്ധസാമഗ്രികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതെ, അവരുടെ ഒരു കിഡ്നി ഉണ്ടോ എന്നുള്ളതാണ്. മാനുവൽ വാങ്ങിച്ചു വെച്ചിട്ട് അതെ, ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാനുള്ള മാനുവൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് വാങ്ങിച്ചു വെച്ചിട്ടും കാര്യമില്ല, അത് പ്രവർത്തിക്കാനും മൂളം വേണം. അതെ, ഇത് വായിച്ചു നോക്കി പ്രവർത്തിപ്പിക്കാനുള്ള കിഡ്നി ഇവർക്കുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അവരെ പൂർണ്ണമായിട്ടും തള്ളാനൊന്നും പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഹൈപ്പർസോണിക് റോക്കറ്റുകൾ ഇതിലൊക്കെ അവർക്ക് ഒരു മുൻതൂക്കമുള്ളതാണ്. നമ്മൾ പിന്നെ പറഞ്ഞു വന്നപ്പോ ചൈനയുടെ കാര്യം പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ചൈനയുടെ പ്രോഡക്ട്സ് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കൂടിയായിരിക്കും അവ പാളിപ്പോയത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന എൻജിൻ വികസിപ്പിക്കുമ്പോൾ ഈ റോക്കറ്റും മിസൈൽ ഇതെല്ലാം വരുമ്പോൾ അവർക്കത് കുതിപ്പാണ്. അപ്പോൾ കണ്ണുകടി ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആർക്കാണ്, അമേരിക്കക്കാണ് കൂടുതൽ ഉണ്ടാവുക. കാരണം 1950കളിൽ വ്യോമസേനയും മിഷിഗൺ സർവകലാശാലയും ഒബ്ലിക് ഡിറ്റനേഷൻ എഞ്ചിനിൽ പ്രവർത്തിച്ചപ്പോഴാണ് US ഡിറ്റനേഷൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രൊപ്പൽഷൻ അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ 70കളാകുമ്പോൾ നാസ കൂടി അവരുടെ ഇത്തരത്തിലുള്ള ഡിറ്റനേഷൻ കാര്യത്തിൽ അതൊരു വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നാസ കൂടി അതിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയെ മാക് 16 വേഗതയിലേക്ക് എത്തിക്കാനും ശ്രമിച്ചു. പക്ഷെ ഈ ശ്രമങ്ങൾക്കൊക്കെ ഇടയിലും ഒരു സംഘത്തിനും സ്ഥിരതയുള്ള ഒരു ഡിറ്റനേഷൻ തരംഗം ഈ പറയുന്ന ഇവർ ഉൽപ്പാദിപ്പിച്ച തരത്തിലുള്ള പ്രോഡക്റ്റിലുള്ളതായിട്ടുള്ള ആ തരംഗം ഉണ്ടാക്കാനായിട്ട് അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 2012 ആരംഭിച്ചിട്ടുള്ള US നാവികസേനയുടെ അഭിലാഷമാണ് ഡ്രീം ഷെൽ എന്ന് പറയുന്ന ഒരു പദ്ധതി. അത്തരത്തിലുള്ള പദ്ധതി പോലും ഇതുമായി ബന്ധപ്പെട്ട് അവർ ആവിഷ്കരിച്ചിട്ടുള്ള ആ പദ്ധതി പോലും എന്താ പറയാ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സമയത്താണ് ചൈന ഈ കാര്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അവിടെയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുമുള്ളത്. അവര് വികസിപ്പിച്ചെടുത്ത് പരാജയപ്പെട്ടു. അവര് വികസിപ്പിക്കുന്നത് നടന്നില്ല. നടക്കാതെ പോവുകയും ചെയ്തു. ചൈന അത് വികസിപ്പിക്കുകയും ചെയ്തു. ചൈന അത് വികസിപ്പിച്ചു, അത് പരീക്ഷിച്ചു എന്ന് 600 സെക്കൻഡ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനപ്പുറമായിരിക്കും. അതൊരുപക്ഷെ പ്രവർത്തന സജ്ജമായിട്ടുണ്ടാകാം. അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ആയുധ വിപണിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വാങ്ങുക. അപ്പൊ ഇത് ഘടിപ്പിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അമേരിക്കയുടെ ബാക്കി മിസൈൽസ് ഒക്കെ അവിടെ ഇരിക്കുകയുള്ളൂ, ഭരണത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ചൈനയുടേത് വാങ്ങുള്ളൂ. അങ്ങനെ പലതരത്തിലാണ് നമ്മൾ ഈ പറയുന്ന ചൈന അമേരിക്ക എന്ന് പറയുന്നവരുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള കടുത്ത ശത്രുത, ഇത്തരത്തിൽ എന്താ പറയാ മത്സരം വരുന്നത്, കിടമത്സരം വരുന്നതും ഒക്കെ ഈ ഒരു ആയുധ വിപണിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ഈ ഒരു കാര്യം ചൈന വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും 100,000 കാര്യങ്ങളുണ്ട്. ഈ 100,000 കാര്യങ്ങളിലും ഒരുപക്ഷെ അമേരിക്ക ബാക്ക് പോകുന്നുണ്ടാവും. അപ്പൊ അതിൻ്റെതായ ചൊറിച്ചില്
അമേരിക്കയ്ക്കും ഉണ്ടാവും. അതിന്റെ മുന്നേ അടുത്തതിന് മുമ്പ് എത്താനായിട്ട് അടുത്ത ശ്രമം തുടങ്ങും. ശ്രമവും തുടങ്ങും.